പുതിയ മുഹ്യിദ്ദീൻ മാലയെ പണ്ടൊക്കെ മുസ്ലിയാക്കന്മാര് നിഷേധിച്ചിരുന്നു. ഇപ്പൊ നിഷേധിക്കാകില്ല. കാരണം സനത് സഹിതം അവരെന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളെ തോറ്റ സ്ഥാനാർത്ഥി ഇല്ലേ രണ്ടത്താണിക്കാരല്ലാക്കട്ടത്, എന്താ ഓനതിന്റെ സനത് അടക്കം എഴുതിയിട്ടുണ്ട്. ശരിയായ സനത് പുതിയ മുഹ്യിദ്ദീൻ മാലന്റെ സനത്. അതിലെന്താ ഉള്ളത്? തീരെ പ്രസവിക്കാത്തൊരു പമ്പറന്നോള്, പ്രസവിക്കാത്ത പെണ്ണ് അള്ളാഹിനോട് പറഞ്ഞ പടച്ചോനെ എനിക്ക് അതിന്റെ കൂലി തരണേ അല്ലെ, ക്ഷമിച്ച അവൾക്ക് പരലോകത്ത് അതിന് കൂലി കിട്ടും. പക്ഷെ ശൈഖ് അവറുകളെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞ് എനിക്ക് കുട്ടികളില്ല, കുറെ കാലമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ മൂപ്പര് അള്ളഹാനോട് പ്രാർത്ഥിക്കുക, പെണ്ണേജി പോയിക്കോ, അനക്ക് അള്ളാന്റെ വിധി അങ്ങനെ ആയിരിക്കും. കുറെ ആളല്ല മച്ചിയായും പടക്കും, കുറെ ആളെ പ്രസവിക്കണ പെണ്ണായിട്ടും പടക്കും. അങ്ങനെയൊക്കെ ഖുർആനിലുള്ളതാ. എന്റെ വിധി അങ്ങനെ കുഞ്ഞ് ക്ഷമിച്ചോ, ഞാനക്ക് ദ്വാരക്ക കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരന്നിട്ട് കെട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല, കെട്ടിക്കൂടാന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കേണ്ടതിന് പകരം മൂപ്പര് നേരെ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ബന്ധപ്പെട്ടു. അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങളൊക്കെ രേഖപ്പെടുത്തി. അങ്ങനെ മറിച്ച് നോക്കുമ്പോ ഈ പെണ്ണിന്റെ കോളത്തി അനക്ക് കുട്ടിയില്ല. എന്നാ അതങ്ങ് പറഞ്ഞു കൊടുത്താ പോരെ, അസ്സലാമു അലൈക്കും അനക്ക് കുട്ടിയില്ലട്ടോ പോയിക്കോ. ഇയാളെന്താ അറിയോ, അതവിടെ അടച്ചിട്ട് പിന്നെ അള്ളാഹാനായിട്ട് വാദപ്രതിവാദത്തിന് നിൽക്കുക. ഇവിടേക്ക് കുട്ടിയില്ലാന്നോ? ഒന്നില്ലെങ്കിൽ എന്നാ രണ്ടു കൊടുക്ക് അള്ളഹാനോടെ. എന്താ ഇയാൾ ആഫീസിലെ പ്യൂണല്ലേ? ഒന്നില്ലെങ്കിൽ രണ്ടു കൊടുക്ക്. ഒന്നില്ലെങ്കിൽ പടച്ചോനെ ഒന്ന് ഗർഭമായിട്ട് അങ്ങ് അലസിപ്പോയാലും പൂതിക്കൊന്ന് ഗർഭം ധരിച്ചു എന്നായല്ലോ എന്നല്ല, ഒന്നില്ലെങ്കിൽ രണ്ടു കൊടുക്ക അപ്പുറം. അപ്പൊ അള്ളാഹിന് രണ്ടു കൊടുക്കാൻ പറ്റില്ല, എന്നാ മൂന്ന് കൊടുക്ക്. അപ്പൊ അള്ളാഹിന് മൂന്നല്ല, എന്നാ നാല് കൊടുക്ക്. പറഞ്ഞപ്പോ കുറച്ചങ്ങോട്ട് എത്തിയ പിന്നെ അള്ളാഹിന്റെ ഒരു ബേജാറ്, ഇപ്പം വിടൂല്ല പടച്ചോനെ. അല്ല പടച്ചോനെ എന്നല്ലോ, പടച്ചോൻ തന്നെയുള്ള പറയണേ. ഇപ്പം വിടൂലെന്നാ എനിക്ക് തോന്നണേ. അവസാനം പറഞ്ഞു മുഹ്യിദ്ദീനെ ജിഞ്ഞി അത്രയും പറഞ്ഞേ മതി, ഞാൻ അപ്പുറം 8 പറയല്ലട്ടാ, 7 പറഞ്ഞെത്തി. ഒന്നില്ലെങ്കിൽ 2, 2 3, 3 7 എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിക്കളഞ്ഞ 7 കുട്ടിനെ കൊടുത്തോളാം. അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങളിൽ അള്ള രേഖപ്പെടുത്തിയത് ഇപ്പെണ്ണിനിക്ക് ദുനിയാവിൽ കുട്ടിയില്ല. അതൊക്കെ മാറ്റി മറിച്ചിട്ട് മൂപ്പരി ഒരു കുട്ടിനെ കൊടുപ്പിച്ചു എന്നാണെങ്കിൽ 7 കുട്ടിനെ കൊടുപ്പിച്ചത്. എങ്ങനെയുണ്ട്? അപ്പൊ ആരാ വലുത്? അല്ലേ വലുത്? മൊയ്തീശിക്ക വലുത്? ഇതാണ് ഖുറാഫി എന്ന് പറഞ്ഞത്. ഇതൊക്കെ ചെല്ലിയ പോയി കുളിച്ചിട്ട് രണ്ടാമത് ഷഹാദത്തിലാണ്. അജ്ജാതി സാധനങ്ങളാ. എന്നിട്ടത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നടുഖണ്ഡമാണെന്ന് ലാക്കട്ടർ സ്ഥാനാർത്ഥിയും കൂട്ടർ എഴുതി വെച്ചിരിക്കുക. അഭിമാന പുരസ്സരം. നിങ്ങൾക്ക് അത് മതി സനത്. അസനത് തന്നെ ഞങ്ങൾക്ക് വേണ്ടതും. മനസ്സിലായില്ലേ? മരടിയായുള്ള ശ്രീക്കൊരു കുട്ടിയെ മന്നാനെ നൽകി നീ അങ്ങ് മോളിന്തോവർ, മറുപടി ലൗഹില്ല ബർക്കില്ല ഫിള്ളകൾ മുറുക്കുന്നു 2 കോടുക്ക് നീ തയ്യാനേ. ലൗഹുൽ മഹ്ഫൂദിൽ മറുപടി വന്നു, അവർക്ക് കുട്ടിയില്ല. അപ്പൊ ഇയാളെ മറുപടി അങ്ങോട്ട് 2 കൊടുക്ക് പഠിച്ചോനെ. കണ്ടോ? കൊടുക്കാൻ എളുപ്പത്തിൽ അല്ലെങ്കിൽ 3 എണ്ണം കൊടുക്കണം, അങ്ങനെ 7ഓളം പിണ്ടോവർ. 2 കൊടുക്ക എളുപ്പല്ലെങ്കിൽ 3 കൊടുക്ക്, 2 കൊടുക്ക എളുപ്പല്ലെങ്കിൽ 1 കൊടുക്കുന്നല്ലേ പറയാ. ഖുറാഫി നേരെ തിരിച്ചാ. 3 കൊടുക്ക്, 3 കൊടുക്ക എളുപ്പല്ലെങ്കിൽ 4 കൊടുക്ക്. അങ്ങനെ പറഞ്ഞ് 7ഓളം പിണ്ടോവർ 7 വരെത്തി. 800 തീരും മുമ്പായി റയോവൻ MP ഞാൻ 7 കൊടുപ്പാമാതെന്നോവർ. 8 നേറ്റ പറലട്ട മൊയ്തീശയൊക്കെ ഞാൻ കെണിഞ്ഞോ, ഞാൻ കൊടുത്തോളട്ടാ എന്ന് പറഞ്ഞിട്ട് 7 കുട്ടികളെ കൊടുത്ത്. പിന്നെ ഒരു കീറ കിതാബിൽ പറയുന്നുണ്ട്, ശൈഖ് മുഹ്യിദ്ദീന്റെ കറാമത്ത് തന്നെ, ഇവള് വല്ലാതെ കുറച്ച് ബലത്തിൽ 7 കുട്ടികളായിട്ട് ഇങ്ങനെ നടന്നപ്പോ ഒരു ദിവസം 7 കുട്ടികൾ ഇയാളെ മരിപ്പിച്ച്. അതിൽ പാഞ്ഞുകൊണ്ടു ശൈഖേ 7 കുട്ടികളും പോയോ? നമുക്ക് ഓർമ്മ ഉണ്ടല്ലേ? ഞാൻ ആ കുട്ടികളെ തന്നെ പോയേക്ക് കുട്ടികളൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. അപ്പൊ കുട്ടികളൊക്കെ ജീവിച്ചിരിക്കണം. ബാലരമയിലെ കഥ വൈര്യ അങ്ങനെ വിശ്വസിച്ച് അടക്കന്നെ. കണ്ടങ്ങള് അള്ളാനെ തോൽപ്പിക്കാണ്. ഇത് മാത്രല്ല, മരിച്ചോലെ ഹയാത്താക്കിയ കഥ അത് ഇത് തന്നെ പറഞ്ഞല്ലോ. ഇത് ചത്ത ശാഖത്തിന് ജീവൻ നീടിച്ചോവർ, ചാകും കീലസത്തെ നന്നാക്കി വിട്ടോവർ. മുസ്ലിം സമുദായത്തിലെ മുഴുവൻ അന്ധവിശ്വാസങ്ങളുടെയും വേര് കിടക്കുന്നത് മാലകളിലാണ്. ഇത് പാടിയും പറഞ്ഞും പഠിപ്പിച്ചുമാണ് മുസ്ലിം സമുദായത്തിൽ ഈ കണ്ടു കാണപ്പെട്ട അന്ധവിശ്വാസങ്ങൾ മുഴുവനും കുത്തിവെച്ചത്. ഔലിയാക്കന്മാരെ പറ്റിയും അവരെ കശ്ഫ് കറാമത്തുകളെ പറ്റിയുമുള്ള നിറം പിടിപ്പിച്ച കഥകൾ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ കൊത്തിവെച്ചിട്ടാണ് ഖുറാഫാത്തിലൂടെ വേരോട്ടുണ്ടാക്കിയത്. കണ്ടോ? മലക്കുൽ മൗത്തിനെ പോലും തോൽപ്പിക്കുകയാണ്. മലക്കുൽ മൗത്തിന് അള്ളാഹു ഏൽപ്പിച്ചത് എല്ലാവരും റൂഹിനെ പിടിക്കാനാണ്.
ഒരു പെണ്ണ് ഇയാളുടെ മുരീദത്താ. ഭർത്താവ് മരിച്ചപ്പോ ഷെയ്ഖിന്റെ അടുത്ത് അലമുറയിട്ട് ചെന്നു, ഷെയ്ഖേ പുതിയാപ്പിള പോയല്ലോ എന്നിട്ട്. അപ്പൊ ഷെയ്ഖ് പറഞ്ഞ് ആ മലക്കുൽ മൗത്തിനെ ഇങ്ങ് വിളിക്കുക. മൂപ്പരെ അണ്ടല്ല, മൂപ്പര് പണിക്കാരെ വിളിച്ചിരുത്തിയിട്ടില്ലാവുമല്ലോ. ഒറ്റ വിളിച്ച അപ്പൊ മുതലാളി വിളിച്ച അപ്പൊ എന്താ വെച്ച് തലി ചൊരിഞ്ഞ് എന്ന മാതിരി മലക്കുൽ മൗത്തൊക്കെ മൂപ്പരുടെ അടുത്ത് വന്നിന്നാ. അങ്ങനെ മലക്കുൽ മൗത്ത് വന്ന് ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ റൂഹാണ് കൊടുക്കുകയാണ്. മലക്കുൽ മൗത്ത് കുറച്ച് ബലത്തില് അള്ളാന്റെ കൽപ്പന പ്രകാരം പിടിച്ച് നിങ്ങൾ അറിയുമ്പോ കൊടുക്കാനാ. മൂപ്പർക്ക് പറയല്ലോ, എല്ലാരും ഏൽപ്പിക്കുന്ന ആളല്ലേ. അത് ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. എന്താ പറഞ്ഞു എണീറ്റ് മലക്കൊരൊറ്റ പറക്കല്. മലക്കിന് ചിറകുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ മലക്ക് പറക്കുന്നല്ല, നമ്മക്കാർക്ക് സംശയമല്ല. പക്ഷെ ഇയാളും പറന്നു. ഇയാൾക്ക് ചിറക് വെച്ചോന്നറിയില്ല. ഇയാള് പറഞ്ഞിട്ട് ഇതൊന്നും യഥാർത്ഥ മൊയ്തീൻ ശൈഖല്ലട്ടോ, ഇതൊക്കെ മാല എഴുതിയവന്റെ ഭാവനയിലുള്ള ഇതിഹാസ കഥാപാത്രമാണ്, അല്ല യഥാർത്ഥ മൊയ്തീൻ ശൈഖല്ല. പറന്നിട്ട് അന്തരീക്ഷത്തിൽ വെച്ച് മലക്കുൽ മൗത്തും ഷെയ്ഖ് മുഹിയുദ്ദീനും കൂടി പിടിവലിയായി. എന്താ പിടിവലി? ഇയാളൊരു കൊട്ട ഉണ്ടായിരുന്നു ഇത്രേ മലക്കുൽ മൗത്തിന്റെ. അന്ന് പിടിച്ച റൂഹുകളൊക്കെ കൊട്ടയിലാക്കിയിട്ട് മൂടി മുറുക്കിയിട്ട് അതും പിടിച്ചിട്ടാ മലക്ക് പറക്കണേ. അങ്ങനെ പിടിയും വലിയായി കൊട്ട ഇയാള് വാങ്ങി. മലക്ക് തോറ്റി കൊട്ട കൊടുത്ത്, തുറക്കല്ലേ ഷെയ്ഖേ തുറക്കല്ലേ. മൂപ്പര് ഒറ്റ തുറക്കല. തുറന്നോട് കൂടെ എല്ലാ റൂഹുകളും ഔട്ട്. ആസ്ട്രേലിയന്ന് പിടിച്ചോ, അമേരിക്കന്ന് പിടിച്ചോ, പരപ്പനങ്ങാടിന്ന് പിടിച്ചോ, ചമ്മാട്ടെന്ന് പിടിച്ചോ, എല്ലാവർക്കും ജീവൻ കിട്ടി. എന്ത് ചെയ്യും പടച്ചോനെ? അങ്ങനെ ഇയാളെടുത്ത് അള്ളാന്റെ അടുത്ത് പോയി, പടച്ചോനെ ഇന്നത്തെ പണി മുഴുവൻ മൊയ്തീൻ വെള്ളത്തിലാക്കിയാലോ. അന്ന് അല്ലെങ്കാലും മൊയ്തീൻ ശൈഖിനെ വിളിച്ച് 4 ആട്ട് കൊടുക്കുന്ന വിചാരിച്ച്. അല്ലയും പിന്നെ ഇയാളോട് പറയാ, ഓന്റെ മലക്കുൽ മൗത്തെ ആളെ തഞ്ചോൻ തരം ഒന്ന് നോക്കണ്ടേ. ആരാണാ ചോദിച്ചെന്നറിയാ? ചില്ലറക്കാരനാ. അയാളെ ഞാൻ തന്നെ ഗൗസേന്നാ വിളിക്കല്. എന്താ ഗൗസ്? സഹായമേ. അങ്ങനത്തെ ആളല്ലേ ചോദിച്ച. ഓരോരോ കുഴപ്പമുണ്ടാക്കി ഒന്ന് ചോദിച്ചാ അതങ്ങ് കൊടുത്തോളൂ. ആയിരങ്ങളെ റോഡ് പോയില്ലേ, ഓരോന്ന് കാട്ടിട്ട് വരും. അവിടുന്ന് മൂപ്പര് കാട്ടി കണ്ട. ഇത് എഴുതി വെച്ചിരിക്കാണ്. ഇതൊന്നും ഞങ്ങള് പറയല്ല, കേട്ടോളിയും. വലിയ ഒരു ഖാദിം മൗത്തായ സങ്കേടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ. കണ്ടോ, സൗജത്ത് വന്ന് പറയാ, എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ തരണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. കേൾക്കാന്ന് പറഞ്ഞാ തമിഴാ. കുറച്ച് തമിഴന്മാരും ഒക്കെ പാടെ കൂടി ഖുറാഫിയൊക്കെ ഒന്നാണല്ലോ അതിലുണ്ടാക്കിയതാ. തനിയോ എന്റെ അരുളാൽ ഫൂടി തതയങ്ങീനെ താരും ഞാനെന്ന് മാലക്കിനബിണ്ടോവർ. അള്ളാന്റെ കൽപ്പന വെച്ച് നിങ്ങൾ വെച്ചാൽ തരാനാണോ എന്ന് ബലത്തിൽ പറഞ്ഞു കേട്ടോ. നവൽ കേട്ട് കയ്യില്ല മരർ ഫീഡിത്തുള്ള സമ്പിലൈ വേഗം ഫീഡിത്ത് ഫടിത്തോവർ. കൊട്ട ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി കണ്ടോ. എന്നിട്ടോ അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ട് അന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. അന്തകൊട്ട, ആ കൊട്ട തമിഴാ. ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയിർകളെ തുള്ളി ഫറഫിച്ച് ഫാറ്റി വിടുത്തോവർ. ഉയിർന്ന് പറഞ്ഞാ അവൻ തമിഴാ. റൂഹുകളൊക്കെ തുള്ളി ഫറപ്പിച്ച് പാറ്റി വിടുത്തോവർ. വിട്ടതൈ കണ്ട് അല്ലാന്റെ ബലിമഹളിറത്തിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മലക്കോട് അല്ലാഹ് അരുളിയെ ഒന്നു